നമസ്കാരം. ഫുട്ബോൾ പേര് പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പ്രോബബ്ലി ഗെയിം വീക്ക് 1 മോസ്റ്റ് ഗ്ലാമറസ് ഡേ. ഈ വീക്കിലെ ഓൾ ലീഗിൽ നമ്മൾ നോക്കാനായിട്ടാണ് മോസ്റ്റ് ഗ്ലാമറസ് ഡേ. അതിൽ മാഞ്ചസ്റ്റർ സിറ്റി എവേയില് ചെൽസിയുടെ ഹോമിൽ ചെന്നിട്ട് സ്റ്റാർഫോർഡ് ബ്രിഡ്ജിൽ ചെന്നിട്ട് ചെൽസിനെ 2-0 തോൽപ്പിച്ച് 3 പോയിന്റുമായിട്ട് മടങ്ങിയിരിക്കുകയാണ്. സോ എൻസോ മരസ്കയുടെ അണ്ടറുള്ള ഫസ്റ്റ് ഒഫീഷ്യൽ മാച്ചിൽ ചെൽസി ലൈനപ്പിലാണെങ്കിൽ ചെറിയൊരു സർപ്രൈസ്, സ്റ്റെർലിങ്ങിനെ ആൾ സ്ക്വാഡിൽ പോലും ഉൾപ്പെടുത്താതായിരുന്നു. ആൻഡ് മിഡ്ഫീൽഡിൽ ലാവിയനെയും എൻസോനെയും കൈസീഡോനെ അറ്റ് എ ടൈം പ്രോബ്ലി അവർ ബെസ്റ്റ് മിഡ്ഫീൽഡ് 3 തന്നെ അങ്ങ് ഇറക്കി ഓൺ പേപ്പർ. ഫ്രണ്ടിലെ പാൾമറിനെ സ്റ്റാർട്ട് ചെയ്തു എലോങ് വിത്ത് ജാക്സൺ, എൻകുങ്കു. ഡിഫൻസിലും വലിയ സർപ്രൈസ് ഒന്നും ഇല്ലായിരുന്നു. കോൾവിലും ഫൊഫാനയും കുക്കറലയും അതുപോലെ തന്നെ ഗുസ്തോയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഗോൾ കീപ്പറായിട്ട് സാഞ്ചസ്. അപ്പുറത്ത് സിറ്റിയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ സിറ്റിയിൽ പലരും ഫോളനും വോക്കറും അതുപോലെ തന്നെ സ്റ്റോൺസും ഒന്നും ഫുൾ പ്രീ സീസണിലൊന്നും കളിക്കാത്തതിനാലും ഫുൾ മാച്ച് ഫിറ്റ്നസ് ഇഷ്യൂസ് ഉള്ളതിനാലും കുറച്ച് ചേഞ്ചുകൾ അവിടെയും കണ്ടു. റിക്കോ ലൂയിസിനെ കോസിച്ചിനെയാണ് മിഡ്ഫീൽഡ് ഒരു ഡബിൾ പിറ്റോടെ ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്തത്. 3 at the back ആയിരുന്നു ഓൺ പേപ്പർ. സോ ഫ്രണ്ടിൽ ഹാളനെ സ്റ്റാർട്ട് ചെയ്തു. ബെർണാർഡോ സിൽവ ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. കെവിൻ ഡി ബ്രൂനെ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. ബട്ട് സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്കുവിനെയും സവീനോനെയും അറ്റ് എ ടൈം ഡയറക്റ്റ് ആളങ്ങ് സ്റ്റാർട്ട് ചെയ്തു. മേ ബി ഈ സീസണിൽ കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിട്ട് വിങ്ങേഴ്സിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനാണ്. നമ്മൾ പണ്ട് സാനേനെയും സ്റ്റെർലിങ്ങിനെ അറ്റ് എ ടൈം കണ്ട പോലെ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സിനെ യൂസ് ചെയ്യാനാണോ പെപ്പിൻ്റെ പ്ലാൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. സോ എന്തായാലും ഇന്നലെ ഒരേ സമയത്ത് തന്നെ ഫസ്റ്റ് 11 തന്നെ ഡോക്കുവും അതുപോലെ തന്നെ സവീനോ ഉണ്ടായിരുന്നു. ഓൺ പേപ്പർ ഡോക്കു റൈറ്റിലും സവീനോ ലെഫ്റ്റിലുമാണ് മാച്ച് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് കളിക്കിടയ്ക്ക് അവർ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഡിഫൻസിൽ അക്കാഞ്ചി, ഗോർഡിയോളും അതുപോലെ തന്നെ റൂബൻ ഡിയാസും ആയിരുന്നു. ഗോൾ കീപ്പറായിട്ട് എഡർസണും. സോ വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ റോഡ്രി ഇല്ലായിരുന്നല്ലോ. ബട്ട് റിക്കോ ലൂയിസും അതുപോലെ തന്നെ കോസിച്ചും ആയിരുന്നല്ലോ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. അവരെ എങ്ങനെ കോപ്പപ്പ് ചെയ്യും ഈ മാച്ചിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വളരെ ഇതായിരുന്നു. സോ പലരും സർപ്രൈസ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, എങ്ങനെ റോഡ്രി ഇല്ല സിറ്റി ഈ സീസണും പണി പാടുമോ, ലാസ്റ്റ് സീസണിലെ മാൻ സിറ്റി ആയിരിക്കുമോ. ബട്ട് ആൻസർ വാസ് ക്ലിയർ. കോവസിച്ചും റിക്കോ ലൂയിസും അവരുടെ ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്തു. റോഡ്രിയുടെ ഒരു അവാമസ്, റോഡ്രിനെ പോലെ റീപ്ലേസ് ചെയ്യാൻ ഇമ്പോസിബിൾ ആണ്. ബട്ട് റോഡ്രിയുടെ ഒരു അഭാവം 2 an extent അവർക്ക് ഒഴിവാക്കാൻ സാധിച്ചു. ആൻഡ് മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. റിക്കോയും അതുപോലെ തന്നെ കോവസിച്ചും എടുത്തു. ബട്ട് കോവസിച്ച് ഗോൾ അടിച്ചു, മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസും കൊടുത്തു. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ കോവസിച്ചിന്റെ. സോ സിറ്റിയുടെ കാര്യത്തിനോട് നമ്മൾ നോക്കുവാണെങ്കിൽ സിറ്റിയുടെ കാര്യം പറഞ്ഞു തുടങ്ങാം. സിറ്റിയുടെ പെർഫോമൻസ് ഇന്നലെ അറ്റ് ദർ ബെസ്റ്റ് അല്ലായിരുന്നു. സിറ്റി അവരുടെ 100% അവരുടെ 60%, 70%, മേ ബി ഒരു 60-65% എന്ന് പറയാം. ബട്ട് സിറ്റി അവരുടെ ഒരു 65-70% ഈസ് ബെറ്റർ ദാൻ 90% ഓഫ് ദ ടീംസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അമ്മാതിരി ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരുന്നു സിറ്റിയുടെ. കാരണം അത്ര ടോപ്പും അല്ല എന്നാൽ ഒട്ടും മോശമല്ല, അതിൻ്റെ ഇടയ്ക്കൊരു വേർഷൻ, അത് മതി ചെൽസിനെ ഈസിയായിട്ട് തോപ്പിക്കുകയും ചെയ്തു. അതാണ് നമ്മളൊരു ചാമ്പ്യൻ ടീമിൻ്റെ ഒക്കെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഡിബ്രൂനെ ആളുടെ ബെസ്റ്റിലല്ലായിരുന്നു. ബട്ട് ഡിബ്രൂനയുടെ ആവറേജ് ഗെയിം ഡിബ്രൂനെ ചെയ്യേണ്ട ഷൂട്ട് ചെയ്തു. ബെർണാർഡോ സിൽവ സൂപ്പർ. ഹാളൻഡ് ആ കിട്ടേണ്ട ചാൻസ് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ഹാളൻഡിൻ്റെ ആയിരുന്നു ഫസ്റ്റ് ഗോൾ ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സവീനോ വാസ് എക്സലന്റ്. ഫസ്റ്റ് മാച്ച് കളിക്കുകയാണെന്ന് പറയുന്നില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ആൾക്ക് ചെറിയൊരു ഇഞ്ചറി കൺസേൺ വന്നു. സെക്കൻഡ് ഹാഫിൽ തന്നെ മാറ്റി ഫോർഡനെ ഇറക്കിയിരുന്നു. ബട്ട് പിച്ചിലുണ്ടായിരുന്ന ടൈമിൽ സൂപ്പർബായിരുന്നു. ഡോക്കു എക്സൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിൽ എത്തിയിട്ട് ഔട്ട്പുട്ട് ഇല്ല. അതാണ് ഡോക്കു ഔട്ട്പുട്ട് കൊടുത്തില്ലെങ്കിൽ പണിയാവും. കാരണം സവീനോ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനോട് വന്നിട്ടുണ്ട്. ഗ്രീലിഷ് ബെഞ്ചിലുണ്ട്, ഫോർഡന് കളിക്കാം, ബെർണാർഡോ സിൽവയ്ക്ക് ആയിട്ട് കളിക്കാം. സോ ഡോക്കു കുറച്ചുകൂടെ ക്ലിനിക്കലായേ പറ്റൂ. ആൻഡ് ഡിഫൻസിലോട്ട് വരുമ്പോൾ ഗോർഡിയോളും അക്കാഞ്ചിയും ഡിയാസും സൂപ്പർബായിരുന്നു. എഡർസൺ 1-2 സേവുകളും നടത്തി. അവർ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തു. ബെഞ്ചിൽ നിന്ന് വന്ന പ്ലേയേഴ്സാണ് പ്രട്ടി ഗുഡ്. ആൻഡ് റിക്കോ ലൂയിസും അതുപോലെ തന്നെ കോവസിച്ചും സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ബെർണാർഡോ സിൽവ എക്സലന്റ് ആയിരുന്നു. ബെർണാർഡോ സിൽവയുടെ കാര്യം എടുത്തു പറയണം, എക്സലന്റ് ആയിരുന്നു ഓവറോൾ. സോ സിറ്റി ആൻഡ് ഹാളണ്ട് ആളുടെ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. രണ്ടാം തോൾ കോവസിച്ച് സ്കോർ ചെയ്യുകയും ചെയ്തു. സിറ്റി ആണെങ്കിൽ അവരുടെ ഡ്യൂട്ടി ചെയ്തു, 3 പോയിന്റ്സുമായിട്ട് പോവുകയും ചെയ്തു. അപ്പുറത്ത് ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിക്കോളാസ് ജാക്സൺ തന്നെയാണ്. നിക്കോളാസ് ജാക്സൺ വീണ്ടും കഴിഞ്ഞ വർഷം എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ആളുടെ വർക്ക് റേറ്റ് സൂപ്പർബായിരുന്നു. ആൾ ചെയ്യേണ്ട ഡിഫിക്കൽട്ട് ജോബ്സ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യും. പക്ഷെ ആളൊരു സ്ട്രൈക്കർ ആണോ എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഞാൻ ലാസ്റ്റ് ഇയർ നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നിക്കോളാസ് ജാക്സൺ ഒരു മിഡ്ഫീൽഡറോ പ്ലേയിങ് ആസ് എ സ്ട്രൈക്കർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആളുടെ ഓൺ ദ ബോൾ അബിലിറ്റിയൊക്കെ സൂപ്പറാണ്. പ്രസ് ബീറ്റ് ചെയ്യുന്നുണ്ട്, ടേൺ സൂപ്പറാണ്. ആളുടെ പാസിങ് വലിയ കുഴപ്പമില്ല. പക്ഷേ പെനൽറ്റി ബോക്സ് ഏരിയയിലോട്ട് വന്നാൽ ആൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കൺഫ്യൂസ്ഡ് ആയി അവിടെ നിൽക്കും. മോശം ഡിസിഷൻസ് എടുക്കുക, മോശം ഷോട്ട് എടുക്കുക, പാസ് ചെയ്യാതിരിക്കുക, കൺഫ്യൂസ്ഡ് ആയിരിക്കും, സ്റ്റക്കായി നിൽക്കും. ഭയങ്കര ഡിലേ ചെയ്തിട്ട് ഒപ്പോണന്റ് ബോൾ എടുത്തുകൊണ്ട് പോകും.
ഇന്നലാണല്ലോ എത്ര ചാൻസുകളുണ്ടായിരുന്നു നിക്കോളാ ജാക്സൺ കൺവേർട്ട് ചെയ്യാം. മേ ബി നിക്കോളാ ജാക്സൺ ആയത് വേറൊരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ആയിരുന്നെങ്കിൽ ചെൽസി ഫസ്റ്റ് ഹാഫിൽ മേ ബി ഒരു 1-1 സ്കോർ ലൈനുമായിട്ട് പോകേണ്ടതാണ്. സോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മരസ്ക ഇന്നലെ ഇറക്കിയ മിഡ്ഫീൽഡ്. എൻസോ ഫെർണാണ്ടസ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ പറ്റത്തില്ല എന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പൊച്ചറ്റീനോ യൂസ് ചെയ്ത് ഫ്ലോപ്പായി നമ്മൾ കണ്ടാണ്. ആൻഡ് ഈവൻ വേൾഡ് കപ്പിലും സ്കലോണി ആളെ അറ്റാക്കിംഗ് അഥവാ അഡ്വാൻസ്ഡ് മിഡ്ഫീൽഡറായി യൂസ് ചെയ്തപ്പം റിയലി മോശമായിരുന്നു. തിരിച്ച് മക്കലിസ്റ്റനെ ആ റോളിലിട്ടിട്ട് എൻസോനെ ഡീപ്പിലോട്ട് യൂസ് ചെയ്തപ്പോഴാണ് അർജന്റീന ഓൾസോ ലുക്ക് ഗുഡ്. സോ അവിടെ ക്ലിയർലി വിസിബിൾ ആണ് ആൾക്ക് ആ റോൾ കളിക്കാൻ പറ്റത്തില്ലെന്ന്. സോ വേണേ എൻസോ ഒരു ലാസ്റ്റ് ട്രൈ ചെയ്യുന്ന രീതിയിൽ ശ്രമിച്ചാണോ എന്നറിയത്തില്ല. സെക്കൻഡ് ഹാഫിൽ ആളാണെങ്കിൽ ആളുടെ നാച്ചുറൽ റോളിലോട്ട് വന്നപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു അവസാനം ലാവിയനെ സബ്ബാക്കിയതിന് ശേഷം. ബട്ട് എൻസോ ഫെർണാണ്ടസിനെ ആ ഒരു പൊസിഷനിൽ യൂസ് ചെയ്യുന്നതിൽ വലിയ ഇത് കാണുന്നില്ല. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ എടുത്തു പറയാനാണ് പാൾമറിനും പ്രട്ടി ആവറേജ് ഗെയിം ആയിരുന്നു. പാൾമറും മാച്ചിൽ ഓവറോൾ ഇൻവോൾവ് അല്ലായിരുന്നു. ഈ സീസൺ പാൾമർ എങ്ങനെ ആയിരിക്കും പെർഫോം ചെയ്യാമെന്ന് എല്ലാവരും ഈഗർലി നോക്കിയിരിക്കുകയാണ്. പാൾമറും എൻസോയും ഒക്കെ നമുക്കറിയാം പ്രീ സീസണിൽ അധികം കളിച്ചിട്ടില്ല. സോ അതിൻ്റെ റെസ്റ്റിനെസ്സും ഉണ്ടാവും. നമുക്ക് ഒത്തിരി അവരെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് പറ്റത്തുമില്ല. അതാണ് വേറൊരു കാര്യം. അതുപോലെ തന്നെ ഇന്നലെ എടുത്തു പറയാൻ കൈസിഡോ കൈസിഡോയുടെ കാര്യത്തിലും സെയിം തന്നെയാണ്. കൈസിഡോയുടെ ഒരു പ്രട്ടി ആവറേജ് ഗെയിം ആയിരുന്നു. ഇവർക്കൊക്കെ ഒരു പ്രീ സീസണിൽ എനിക്ക് തോന്നുന്നു പ്രോപ്പർ ഇതില്ലാത്തതിൻ്റെ ആണ് കാണാനായിട്ടുണ്ട്. ആ റെസ്റ്റിനെസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടച്ചിൻ്റെ കാര്യത്തിലും മൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലും ഒക്കെ. എൻസോ ഫസ്റ്റ് ടച്ചുകളൊക്കെ വളരെ മോശമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ ജാക്സന്റെ കാര്യം പറഞ്ഞു. എൻകുങ്കു ലുക്ക് ഗുഡ്. എൻകുങ്കു ഇൻ പാച്ചസ് ലുക്ക് ഗുഡ്. സോ ചെൽസിയുടെ കാര്യം നമ്മൾ പറയാനായിട്ടാണെങ്കിൽ ആ പ്ലെയറിലോട്ട് വരാം. ബട്ട് ചെൽസിയുടെ കാര്യം നമ്മൾ പറയാനായിട്ടാണെങ്കിൽ ഓവറോൾ പാറ്റേണിൽ ഫസ്റ്റ് ഹാഫിൽ ചെൽസി മിഡ്ഫീൽഡിൽ ചില ബാറ്റിൽസ് ഒക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. മിഡ്ഫീൽഡ് കൺട്രോൾ ടു ആൻ എക്സ്റ്റെൻഡ് മേ ബി ഫസ്റ്റ് ഹാഫിൽ ഒരു 25 മിനിറ്റ്സ് ഒക്കെ ചെൽസിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ചെൽസി ബോൾ സ്മൂത്ത്ലി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ മൂവ്മെന്റ് പാറ്റേൺസ് ഉണ്ടായിരുന്നു. ഈവൻ ബെറ്റർ ചാൻസുകളും ചെൽസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കുന്നുമില്ല. സോ ചെൽസിക്ക് എൻഡ് ഓഫ് ദിസ് വേൾഡ് ഒന്നും വരാം. നമുക്കറിയാം സിറ്റിക്ക് അഗൈൻസ്റ്റ് ആണ് കളിക്കുന്ന പ്രോബ്ലി ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഒപ്പോണന്റ്. ഈ ലീഗിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ഒപ്പോണന്റ് ആയിരിക്കാം. വേൾഡ് ഫുട്ബോളിൽ തന്നെ വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഒപ്പോണന്റ് എന്ന് പറയാം. സോ അതിനകത്ത് തന്നെ 2-0 ലോസ്. എൻഡ് ഓഫ് ദിസ് വേൾഡ് അല്ല. പുതിയൊരു കോച്ച്, പല പ്ലേയേഴ്സും വരുന്നു. ആൻഡ് ഈവൻ പാച്ചസിന് സിറ്റിയേക്കാളും ബെറ്റർ ആയിട്ട് മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ നടത്താനായിട്ട് ചെൽസിക്ക് ചില സമയങ്ങളിലൊക്കെ സാധിച്ചിരുന്നു. ബട്ട് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ എഫക്റ്റ്. ആൻഡ് ലാവിയ ഇന്നലത്തെ മാച്ചിൽ എക്സലൻ്റ് ആയിരുന്നു. പ്രോബ്ലി ചെൽസീസ് മിഡ്ഫീൽഡിലെ നമ്പർ 1 ചോയ്സ് പുള്ളി ആയിരിക്കണം എന്നുള്ളത് അടിവരയിട്ട് പറയുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ലാവിയ ഇന്നലെ മിഡ്ഫീൽഡിൽ ഒരു ടോട്ടൽ കൺട്രോൾ ആളുടെ കയ്യിലായിരുന്നു. മിഡ്ഫീൽഡ് ചെൽസിയുടെ ടേൺസ് നടത്തുക ആളിലൂടെയാണ് ഇന്നലെ ബോൾ മിക്കതും ചെൽസിക്ക് വേണ്ടി നിൽക്കുന്നത്. ഈവൻ നമ്മളല്ലോ ചില സിറ്റുവേഷൻസിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെൽസി കിട്ടിയ ടൈമിൽ ലാവിയയുടെ ഡോമിനേഷൻ നമുക്ക് ആ മിഡ്ഫീൽഡിൽ കാണാനായിട്ട് സാധിച്ചു. ഇവർ ഫെൻസോയും കൈസിയോയും പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ലാവിയ ബൾക്ക് ഓഫ് ദ വർക്ക് ലോഡ് ആ മിഡ്ഫീൽഡിൽ എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് സിറ്റി ഈവൻ പെപ്പ് ഗോർഡിയോള ഓവറോൾ പെർഫോമൻസിൽ ഹാപ്പി ആയിരിക്കത്തില്ല. എസ്പെഷ്യലി ചെൽസി ചില പാച്ചസിൽ പെപ്പിന് വറിയിങ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു, ഇല്ലാന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ഇതാണ് ഈ ബെസ്റ്റ് ടീമിനെയും ആവറേജ് ടീംസിനെയും അഥവാ ആ ഒരു ബെസ്റ്റ് ടീമിലോട്ട് മത്സരിക്കാനായിട്ട് ശ്രമിക്കുന്ന ടീമുകളെ വ്യത്യാസമാക്കുന്നത്. ഈവൻ ഇഫ് അറ്റ് ദർ ബെസ്റ്റ് കളിച്ചില്ലെങ്കിലും അവർക്ക് റിസൾട്ടുമായിട്ട് പോകാൻ സാധിക്കും. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കിട്ടിയ ആൻസർ ചെൽസി കൺവേർട്ട് ചെയ്തുമില്ല. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഹാളൻ്റെ ഒരു കിടിലം ഗോള് സൂപ്പറായിട്ട് വരുന്നത് ആ കുക്കറല്ല. ആൻഡ് സെക്കൻഡ് വൺ കോവസിച്ചിന് ആ സെക്കൻഡ് ഗോളൊക്കെ ചെൽസി ചോദിച്ചു വാങ്ങിയ ഗോളാണ്. അവിടെ ആ ഡിഫൻസിൽ ബാക്കിൽ കിടന്ന് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെ കിടന്ന് കയ്യിൽ കിട്ടിയ ബോളാണ്, കൺട്രോൾ കിട്ടിയ ബോൾ അടിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. നേരെ കോസിച്ചിന്റെ കാലിലോട്ട് കിട്ടുന്ന കോസിച്ച് ആ റണ്ണ് എടുത്താണ്. അവിടെ എൻസോയ്ക്ക് പുള്ളിയെ ഫൗൾ ചെയ്തിടായിരുന്നു, കൈസിഡോയ്ക്ക് വേണേൽ പുള്ളിയെ ഫൗൾ ചെയ്തിടായിരുന്നു. ആ ഷോട്ട് ഒരു ബെസ്റ്റ് കുഴപ്പമില്ലാത്ത ഷോട്ടായിരുന്നു. ബട്ട് സാഞ്ചസിന് അത് സേവ് ചെയ്യായിരുന്നു. ആ ഒരു സെക്കൻഡ് ഗോൾ ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യായിരുന്നു. അത് ചെൽസി ചോദിച്ചു വാങ്ങിയ ഗോൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു 2-0 വിക്ടറി ആയിട്ട് സിറ്റി പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല എൻസോ മരസ്കയിൽ പോസിറ്റീവ്സ് ഉണ്ട്. ഇന്നലത്തെ മാച്ചിൽ ചെൽസിക്ക് പോസിറ്റീവ്സ് ഉണ്ട്. ചെൽസി ഫാൻസ് വറിയേണ്ട ഒരു ആവശ്യമില്ല. നെക്സ്റ്റ് വീക്കിൽ ഇപ്പം ഈ വീക്കിൽ അങ്ങാണ്ട് കോൺഫറൻസ് ലീഗിൽ എന്തോ ക്വാളിഫയർ മാച്ച് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് വൂൾസുമായിട്ടുണ്ട്. അതിലൊക്കെ ഒരു പോസിറ്റീവ് പെർഫോമൻസ് എടുക്കുക, പെർഫോം ചെയ്യുക. അത് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും ചെൽസിക്ക്. കാരണം ഗ്ലിംസസ് കാണിച്ചിട്ടുണ്ട് നല്ലതായിട്ട് കളിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ. മേ ബി ആ റൈറ്റ് ബാലൻസ് ഫൈൻഡ് ചെയ്താൽ നല്ലതായിരിക്കും. മേ ബി ഒരു പ്രോപ്പർ വിങ്ങറിനെ ടീമിലിടുന്നത് നൈസായിരിക്കും. ഇവൻ പെട്രോനെട്ട് ഇറങ്ങിയതിന് ശേഷം ലാസ്റ്റ് ആൾ കുറച്ച് മോശമായിരുന്നെങ്കിലും ഫസ്റ്റ് ഇറങ്ങിയ ഒരു 10-15 മിനിറ്റ് ഭയങ്കര ത്രെറ്റനിങ് ആയിട്ട് തോന്നി. ആളുടെ ഒരു പ്രോപ്പർ വിങ്ങർ വന്നതിൻ്റെ ചേഞ്ച് കാണാനുണ്ടായിരുന്നു. പക്ഷെ അവസാനമായപ്പോൾ ആളും ഡിസപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ടച്ചുകൾ മോശമായി, കുറച്ച് അറ്റംപ്റ്റ്സ് ഒക്കെ മോശമായി. ബട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മാച്ചുകളിൽ നമുക്കൊരു പ്രോപ്പർ ബാലൻസ്ഡ് മിഡ്ഫീൽഡ് 3 ഞാൻ പറഞ്ഞില്ല. എൻസോ
എൻസോ ലാവിയ കൈസറോ ഇതിൽ രണ്ടുപേരെ അലോങ് വിത്ത് പ്രോപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇറക്കുന്നതായിരിക്കും ബെറ്റർ ചോയ്സ്. ഏതർ എൻസോ ലാവിയ ഓർ കൈസീഡോ ലാവിയ ഏതാണോ ബെറ്റർ അതെടുക്കുക. ഐ തിങ്ക് ലാവിയ അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർട്ടർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഇന്ന് കൊടുത്തത്. ലാസ്റ്റ് ആൾ പോയപ്പം ചെറിയൊരു ഇതുണ്ടായിരുന്നു, നൊണ്ടിയാണ് ഇറങ്ങിയത്. പക്ഷെ അത് സീനൊന്നുമില്ല, ഫറ്റീഗിൻ്റെ വല്ലതും ആയിരിക്കാം. വേറെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ഫസ്റ്റ് മാച്ച് 3 പോയിന്റുമായിട്ട് സിറ്റി പോകുന്നു. ആൻഡ് സിറ്റി കംഫർട്ടബിൾ രീതിയിൽ തന്നെ അവസാനം ഒരു വിക്ടറിയും കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ്. കോവസിച്ച് റിയലി ഇംപ്രസ്. കോവസിച്ച് റിക്കോ ലൂയിസിൻ്റെ പെർഫോമൻസിൽ. ആൻഡ് സവീനോ ഓൾസോ. സവീനോയ്ക്ക് ഇഞ്ചറി സീരിയസ് അല്ലാന്ന് തോന്നുന്നു, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറയുന്നു. ആൻഡ് ഡോക്കു ഫൈനൽ ഔട്ട്പുട്ട് കൊടുത്തേ പറ്റൂ. ഡോക്കുവിന് ഇനിയും പേഷ്യൻസ് മേ ബി വളരെ യങ്ങാണ്. സോ പക്ഷേ ഈ സീസണിൽ ഔട്ട്പുട്ട് കൊടുത്തേ പറ്റും. ആൻഡ് ഡോക്കുവിൻ്റെ അബിലിറ്റി അന്യമാണ്. ഡോക്കു പ്രോബ്ലി മോസ്റ്റ് ബെസ്റ്റ് ഇൻഡിവിജ്വൽ മൂവ്മെന്റ്സ് ഒക്കെ മാച്ചിൽ ക്രിയേറ്റ് ചെയ്ത ഡോക്കുവാണ്. പക്ഷെ ഫൈനൽ ഔട്ട്പുട്ട് വിഷയമാണ്. അതുപോലെ തന്നെയാണ് ജാക്സന്റെ കാര്യം. ഇൻഡിവിജ്വലി ഓൺ ദ ബോൾ ആള് സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഫൈനൽ ഔട്ട്പുട്ട് കൊടുക്കുന്നുമില്ല. അതാണ് വിഷയം. അതാണ് ചെൽസി ഇനി ഒരു സ്ട്രൈക്കറിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ. കാരണം ഇന്നലത്തെ ജാക്സന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഈ സീസൺ ജാക്സനെ റിലേ ചെയ്യാൻ പോയാൽ പണി ലാ സീസണെ പോലെ കിട്ടുമെന്നാണ് എനിക്കും തോന്നുന്നത്. സോ മിക്കവാറും ഒരു സ്ട്രൈക്കറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. എന്താവുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഡോട്ട് ബോളി മാച്ച് കാണാൻ വന്നിട്ട് മാച്ചിന്റെ ഇടയ്ക്ക് വെച്ചൊക്കെ എണ്ണീറ്റ് പോകുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. സോ എന്താണ് നിങ്ങൾ ഈ മാച്ചിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക്